കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു കാട്ടിൽ സുന്ദരിയായ ഒരു പൂച്ചയുണ്ടായിരുന്നു. കിങ്ങിണി എന്നാണ് അവളുടെ പേര്. അന്ന് കുറേ നേരം കാട്ടിലൂടെ നടന്നിട്ടും കിങ്ങിണിക്ക് കഴിക്കാൻ ഒന്നും കിട്ടിയില്ല. അവൾ അരികിൽ കണ്ട ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു. എന്നിട്ട് ചുറ്റിനും നോക്കി. ആ സമയത്താണ് ആ കാട്ടിലെ സോക്സിക്കുറുക്കൻ ഇര തേടി നടന്നത്. ഒരു പാവം മാൻകുട്ടി അതിന്റെ അമ്മയെ അന്വേഷിച്ചു നടന്നത് സോക്സിക്കുറുക്കൻ കണ്ടു. അവൻ പതുങ്ങിയിരുന്നു. എന്നിട്ട് ആ മാൻകുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീണു. കൊതിയോടെ ആ പാവം മാൻകുട്ടിയുടെ കഴുത്തിൽ കടിമുറുക്കി. കിങ്ങിണി പൂച്ച ദൂരെ ഇരുന്ന് ഈ കാഴ്ച കണ്ടു. അവൾക്കാണെങ്കിൽ വിശന്നിട്ടു വയ്യ. അവൾ ഓർത്തു, ഹായ്, എന്ത് രസമായിരിക്കും മാനിറച്ചിക്ക്. കുറുക്കനോടൊരു കഷ്ണം ചോദിച്ചാലോ? പക്ഷേ ചോദിച്ചാലും തരില്ലല്ലോ. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചേ പറ്റൂ. പെട്ടെന്ന് അവൾക്കൊരാശയം തോന്നി. എന്തു പറ്റി? എന്തിനാ ഓടുന്നേ? അയ്യോ, ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ, എങ്ങോട്ടെങ്കിലും ഓടിക്കോ. കുറേ വേട്ടക്കാർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അയ്യോ, ഓടിക്കോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിങ്ങിണി ഓടാൻ തുടങ്ങി. ശബ്ദം കേട്ട് അവിടെ നിന്നിരുന്ന മാനുകളും മുയലുകളും ഒക്കെ ഓടാൻ തുടങ്ങി. ഇതും കൂടി കണ്ടപ്പോൾ സോക്സിക്കുറുക്കൻ മാൻകുട്ടിയെ അവിടെ ഇട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി വേഗത്തിൽ അവരുടെ പുറകെ അങ്ങ് ഓടി. കുറെ ഓടിക്കഴിഞ്ഞ് കിങ്ങിണി ഒരു മരത്തിന്റെ പൊത്തിൽ കയറി അങ്ങ് ഒളിച്ചു. മറ്റു മൃഗങ്ങളൊക്കെ അവളുടെ മുന്നിലൂടെ ഓടുന്നത് അവൾ ഒളിച്ചിരുന്ന് നോക്കി. ഇനി ഈ വഴി തിരിച്ചു വരില്ല. നിറച്ചു മാനിറച്ചി തിന്നണം. അവൾ വേഗം തിരിച്ചോടി. എന്നിട്ട് മാൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. പാവം മാൻകുട്ടി അത് കൈകാലുകളൊക്കെ അനക്കി വേദന കൊണ്ട് പുളയുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് ഒരു മുരൾച്ച. ഒരു വലിയ തടിയൻ പുള്ളിപ്പുലി അവരുടെ ഇടയിലേക്ക് ചാടി വീണു പറഞ്ഞു, മാറി നിൽക്കവിടുന്ന്. നീ പോയി വല്ല എലിക്കുനിനെയോ പാറ്റയോ പിടിച്ച് തിന്നടി. മാനിറച്ചിയൊക്കെ ഞങ്ങൾ കാട്ടിലെ നേതാക്കൾക്കുള്ള ഭക്ഷണമാണ്. കിങ്ങിണി ഓർത്തു, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരാളെ ഓടിച്ചു വിട്ടു. ഇനി ഈ പുലിയെ ഓടിക്കാൻ എന്താ മാർഗം? അവൾ വേഗം പറഞ്ഞു, എന്റെ പുലിച്ചേട്ടാ, ഞാൻ തിന്നതിന്റെ ബാക്കി എന്തിനാ തിന്നുന്നത്? ആ കരിമ്പിത്തോട്ടത്തിനടുത്ത് ധാരാളം മാനുകളും കാട്ടുകോഴികളും ഉണ്ട്. ഞാൻ പിടിച്ചു തിന്നുന്നത് പോലെ ചേട്ടന് വായിക്കൂടെ? നീ മാനിനെ പിടിച്ചെന്നോ? എന്റെ ചേട്ടാ, മാനിനെ പിടിക്കാൻ ഒരു വിഷമവുമില്ല. അതിന്റെ കൊമ്പിൽ പിടിച്ചിട്ട് മുഖത്തിനൊരൊറ്റ അടി കൊടുത്താൽ മതി. അപ്പോഴേക്കത് താഴെ വീഴും. ഞാൻ അങ്ങനെയാ പിടിക്കാറ്. ഇത് കേട്ട് പുള്ളിപ്പുലി മനസ്സിലോർത്തു, ഇത്രയും ചെറിയ ഈ കിങ്ങിണിപ്പൂച്ച പിടിച്ചുകൊണ്ടുവന്ന മാനിനെ തിന്നുന്നത് ശക്തനും ധീരനുമായ എനിക്ക് തന്നെ നാണക്കേടല്ലേ? അവൻ പറഞ്ഞു, ആർക്ക് വേണം നീ തിന്നതിന്റെ ബാക്കി?
മാനിനെ പിടിക്കാനൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് വേണ്ട മാനിറച്ചി ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. പുള്ളിപ്പുലി വേഗം തന്നെ മാനുകൾ മേയുന്ന സ്ഥലത്തേക്ക് പാഞ്ഞു ചെന്ന് അവിടെ പതുങ്ങിയിരുന്നു. മാനുകൾ കൂട്ടമായി അടുത്തെത്തിയപ്പോൾ പുലി അവരുടെ ഇടയിലേക്ക് ഒറ്റ ചാട്ടം. തന്റെ ശക്തിയിൽ അമിതമായി വിശ്വസിച്ച് ചാടി വീണ പുലിയെ മാനുകൾ ഒരുമിച്ച് ചെന്ന് അവരുടെ കൂർത്ത മൂർച്ചയുള്ള കൊമ്പുകൾ കൊണ്ട് ശക്തിയായി കുത്താൻ തുടങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുത്ത് കിട്ടിയപ്പോ പുലി പേടിച്ചു പോയി. തന്റെ ശക്തിയിൽ അഹങ്കരിച്ചിരുന്ന പുലി പേടിച്ച് ഒറ്റയോട്ടം ഓടി രക്ഷപ്പെട്ടു. അതേ സമയത്ത് തന്നെ മാൻകുട്ടിയുടെ ദയനീയ മുഖം കണ്ട് സങ്കടം തോന്നിയ കിങ്ങിണി പൂച്ച അവളെ ഉപദ്രവിച്ചതേയില്ല. അവൾ മാൻകുട്ടിയെ കിങ്ങിണിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അവർ രണ്ടുപേരും കൂട്ടുകാരായി ഒത്തിരി നാൾ സന്തോഷത്തോടെ ജീവിച്ചു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? നാം ഒരുമിച്ച് നിന്നാൽ എത്ര വലിയ ശത്രുവിനെ പോലും തുരത്തി ഓടിക്കാൻ നമുക്ക് കഴിയും കേട്ടോ. മാൻകുട്ടികൾ ഒന്നിച്ചു നിന്ന് പുലിയെ ഓടിച്ചത് കണ്ടോ? ആപത്ത് വരുമ്പോൾ നാം ഒറ്റക്കെട്ടായി നിൽക്കണേ. Hello friends, if you like our videos, please subscribe to our channel.